നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്? കുട്ടികളെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അവരിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? നമ്മളൊരു അടി കൊടുത്തതിൻ്റെ പേരിൽ അവർ നാളെ വിഷമിച്ചിരിക്കാറില്ല. അവരിൽ നിന്ന് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അവരുടെ ക്ഷമയാണ്. നമ്മളൊരു അടി കൊടുത്തതിൻ്റെ പേരിൽ അവർ നാളെ വിഷമിച്ചിരിക്കാറില്ല. ഇന്ന് വിഷമിച്ചു, കരഞ്ഞു, അവരുടെ വിഷമം കഴിഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവരുടെ വിഷമം കഴിഞ്ഞു. പക്ഷെ നമ്മളാണെങ്കിലോ ഇതൊക്കെ മനസ്സിലിട്ട്, ഒരാളുടെ പകയുണ്ടായാൽ, ഒരാളുടെ ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാളുടെ വഴക്കിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിൽ വെച്ച് വർഷങ്ങളോളം ഇരിക്കും. വീണ്ടും ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഒരു മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ വീണ്ടും കൂടി വന്നേക്കാം. ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ക്ഷമിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനാണ് കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത്. യോഗ, മെഡിറ്റേഷൻ, ആർട്ട് ഓഫ് ലിവിങ് ഹാപ്പിനെസ് പ്രോഗ്രാം അധ്യാപകൻ കൂടിയായ എനിക്ക് കുട്ടികളെ പറ്റി നമ്മുടെ പ്രോഗ്രാമിൽ സംസാരിക്കാറുണ്ട്. അവർ ഒരു ദിവസം എത്രത്തോളം ചിരിക്കുന്നു, നമ്മൾ പ്രായം കൂടുന്തോറും എത്രമാത്രം നമ്മുടെ ചിരി കുറയുന്നു എന്നത്. എന്താണ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഗയുടെ ശരിയായ അർത്ഥം തന്നെ സുഖമായി ഇരിക്കുന്ന അവസ്ഥ എന്നാണ്. കുട്ടി ജനിച്ച് വളർന്നു വരുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ ഇരിപ്പുകൾ ഒക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ യോഗയിൽ വജ്രാസനം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവർ സുഖകരമായിട്ട്, അവരെ ആരും പഠിപ്പിക്കാതെ തന്നെ ഇരിക്കുന്നതാണ്. അവർ ഓരോ നിമിഷവും ജീവിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഒരു യോഗ അവസ്ഥ തന്നെയാണ്. ഇതിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ക്ഷമ. ഈ നിമിഷം എങ്ങനെ ജീവിക്കാമെന്ന് കുട്ടികൾ നമ്മളെ കാണിച്ചു തരുന്നു. വീണ്ടും പോസിറ്റീവ് ചിന്തകളും തോട്ട്സുമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.